ചെയിൻസോ മാൻ ദ മൂവി റീസെ ആർക്ക്. ആ ഒരു ടൈറ്റിൽ ഉള്ള പോലെ തന്നെ റീസെ ഈ സിനിമയുടെ ഒരു മെയിൻ ആയ ഒരു ക്യാരക്ടറാണ്. ചെയിൻസോ മാനിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് അവർ എടുത്ത് പറഞ്ഞ മതി. എന്തോ ഒരു ഭംഗി അവരെ കാണാൻ, ഭയങ്കര രസമാണ് ഇതില്. അല്ലെങ്കിൽ ചെയിൻസോ മാനിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കാൻ. മാക്കിമ എന്ന ക്യാരക്ടറിനെ സീസൺ 1 തന്നെ ക്രഷ് അടിച്ചത് കണ്ടപ്പോ തന്നെ അത്രയും ഭംഗിയാണ്. ഭയങ്കര മെസ്മറൈസിങ് ആയ ഒരു പ്രസൻസ് ആണ് ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ തന്നെ. ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. എന്താ ചെയ്യാന്ന് പോലെ നമുക്ക് അറിയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് സിനിമയില് റിസെ. ഈ ഒരു സിനിമയില് ഡെഞ്ചി മാക്കിമേനെ വേണോ അതോ റെസേനെ വേണോ എന്ന് കൺഫ്യൂസ് ആയ ഒരു സീൻ ഉണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. ആരും അങ്ങനെ ഒരു ഭയങ്കര ചിന്തിച്ചു പോകും, അയ്യോ ആരെ വേണം എന്ന് പോലും. അത്രയും ഭംഗിയാണ് ഈ രണ്ടുപേരുടെ ക്യാരക്ടേഴ്സും. അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ലവ്ലി, ഭയങ്കര ക്യൂട്ടായിട്ടാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചിയും അതേപോലെ ഈ രണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കുറെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ട്. അതൊക്കെയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ് ആയ കുറെ സീൻസും അല്ലെങ്കിൽ വളരെ മെമ്മറബിൾ ആയ സീൻസ് തന്നെ എടുത്തു പറയാൻ പറ്റും. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വളരെ വാം, ബ്യൂട്ടിഫുൾ, ക്യൂട്ട് ആൻഡ് കുറച്ച് റൊമാൻസ് ഒക്കെ ചേർന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആണെന്ന് തന്നെ പറയാം. 1.25 മണിക്കൂർ ഒരു നിമിഷം പോലും ബോറടിക്കില്ല. നമുക്ക് സമയം പോകണതല്ല, അത്രയും രസത്തോടെയാണ് ഈ ഒരു സിനിമ മൊത്തത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിന്റെ മ്യൂസിക്, കെൻസുക്കയുടെ മ്യൂസിക് ആണ്. കീട്ടിലെ മ്യൂസിക് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു പൂൾ സീക്വൻസ് ഉണ്ട്. അത്യാവശ്യം കുറച്ച് എച്ച് സീനാണ്, പക്ഷെ എന്നാൽ പോലും നമുക്ക് അത്ര എച്ചിട്ട് തോന്നില്ല. അത്രയും വളരെ മനോഹരമായിട്ട്, വളരെ രസകരമായിട്ട് നമ്മളിങ്ങനെ അലിയിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ സ്കോറിങ് കെൻസുക്ക ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു സീൻ പോലും നമുക്ക് എച്ചി അല്ലാത്ത തോന്നുന്നത് ഏറ്റവും വലിയ കാരണം ഈ ഒരു മ്യൂസിക് ആണ്. ബിക്കോസ് നമ്മൾ സീസൺ 1 ആയിട്ട് കമ്പയർ ചെയ്യണം. സീസൺ 1 ഭയങ്കര റോക്ക് മ്യൂസിക് ആണ്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. വിഷ്വലിയും മ്യൂസിക് വൈസും ഒക്കെ ഫസ്റ്റ് ഹാഫ് നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ കഥ പയ്യെ പോയി ഇന്റർവെൽ തൊട്ട് മുന്നേ ഒരു ട്വിസ്റ്റ് അങ്ങ് വരും. അതൊരു കീടിലെ ട്വിസ്റ്റ് തന്നെയായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ട്വിസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്റർവെല്ലിൽ ആ ട്വിസ്റ്റ് അങ്ങ് തുറന്നു പറയും. പിന്നീട് പറയേ വേണ്ട, സെക്കൻഡ് ഹാഫ് ഫുൾ ഓൺ ആക്ഷൻ മോഡാ. ആക്ഷൻ ലവേഴ്സിന് വേണ്ടിയുള്ളതാണ് സെക്കൻഡ് ഹാഫ്. എന്ന് വെച്ചാൽ നമ്മള് സീസൺ 1 മൊത്തത്തിൽ ഒരു ആക്ഷനും ഓറിയന്റഡ് തന്നെയാണ്. അപ്പൊ അതേ സംഭവം തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റും. പക്ഷെ ഒട്ടും ബോറടിക്കില്ല. നല്ല എൻഗേജിങ്, വെൽ എക്സിക്യൂട്ടഡ് ആക്ഷൻ സീക്വൻസ് തന്നെയാണ് സെക്കൻഡ് ഹാഫിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ മൊത്തത്തിൽ കളർഫുൾ, വൈബ്രന്റ് ആനിമേഷനും വിഷ്വൽസും അതേപോലെ സൂപ്പർ മ്യൂസിക്കും. എന്ന് വെച്ചാൽ മ്യൂസിക് ഫസ്റ്റ് ഹാഫിൽ വളരെ വാം, ബ്യൂട്ടിഫുൾ ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഗിയർ കംപ്ലീറ്റ്ലി മാറും. സോ മൊത്തത്തിൽ ഒരു കിടിലൻ, ഭയങ്കര സാറ്റിസ്ഫൈങ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ചെയിൻസോ മാൻ ദ മൂവി തന്നത്. എനിക്ക് പിന്നെ പറയാനുള്ളത്, ഇതൊരു 18+ കണ്ടന്റ് ആണ്. സോ പിള്ളേരായിട്ട് പോരുന്ന് തന്നെ പറയാനുള്ളൂ. ഇത് ചെയിൻസോ മാൻ സീസൺ 1 കണ്ടവർക്ക് അറിയാം എത്രത്തോളം എച്ചി ഉണ്ട്, ഇതൊരു എച്ചി ആനിമയാണെന്നും. പിന്നെ സീസൺ 1 കണ്ടു വേണം ഇതിന്റെ സിനിമ കാണാനായിട്ട്. സീസൺ 1 കാണാനായിട്ട് ഈ സിനിമയ്ക്ക് പോരുത്, തല വെക്കരുത്, ഒന്നും മനസ്സിലാവില്ല, ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി ഈ ഒരു ഹോൾ സിനിമ. കുറെ ചിരിക്കാനുണ്ട്, ആക്ഷൻ ഉണ്ട്, ഭയങ്കര ക്യൂട്ട് മെമ്മറബിൾ ആയ കുറെ മൊമെന്റ്സ് ഉണ്ട്. മൊത്തത്തിൽ ഇറങ്ങിയ ഒരു കളർഫുൾ എന്റർടൈനർ തന്നെയാണ് ചെയിൻസോ മാൻ ദ മൂവി. പിന്നെ നോർമൽ തിയേറ്ററിൽ കണ്ടാലും ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഇതൊരു ഐമാക്സ് സ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഐമാക്സ് ഫോർമാറ്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഐമാക്സിൽ കാണിച്ചപ്പോൾ ഭയങ്കര ഷോർട്ടായിട്ട് കണ്ടത്. ഐമാക്സിൽ കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ തന്നെ 4DX ആണെങ്കിലും സെക്കൻഡ് ഹാഫിന് വേണ്ടി 4DX കാണുക. അല്ലാണ്ട് ഈ സിനിമ നോർമൽ തിയേറ്റേഴ്സിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ തന്നെ ഉള്ളൂ. പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്.